ലീഗലി ഒരു വിസ സർവീസസ് ആർക്കൊക്കെ ചെയ്യാൻ സാധിക്കും? നിയമപരമായിട്ട് ഓസ്ട്രേലിയൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലീഗൽ പ്രാക്ടീഷണർക്ക്, ഓക്കെ. 2 ഒരു മാറായ ഏജന്റ്, ഇവർക്ക് 2 പേർക്കുമാണ് നിയമപരമായിട്ട് ഒരു മൈഗ്രേഷൻ സർവീസ് മറ്റൊരാൾക്ക് കൊടുക്കുവാൻ കഴിയുന്നത്. ഒരു സ്വന്തമായിട്ടൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ സ്വന്തമായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻസ് നമുക്ക് തന്നെ ചെയ്യാവുന്നതിന് പിന്നെ സാങ്കേതികമായിട്ട് എംപ്ലോയറുടെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും എംപ്ലോയറുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എംപ്ലോയറുടെ നോമിനേഷൻ 186 494 ഓക്കെ 482 ഓക്കെ അതല്ലെങ്കിൽ 407 ഇതിനകത്തൊക്കെയുള്ള നോമിനേഷൻ ആപ്ലിക്കേഷൻസ് അവർക്ക് എംപ്ലോയേഴ്സിന് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും. പിന്നെ ആ എംപ്ലോയേഴ്സ് നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പോൺസർഷിപ്പ് ആപ്ലിക്കേഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ബിസിനസ് സ്പോൺസർ SBS ആപ്ലിക്കേഷൻ, അതും എംപ്ലോയർക്ക് വേണമെങ്കിൽ നേരിട്ട് ചെയ്യാം. ഇൻഡിവിജ്വൽസിന്റെ ആപ്ലിക്കേഷൻസ് അവർ തന്നെ ചെയ്യുമ്പോൾ അവർക്ക് വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ ഓതറൈസ്ഡ് റെസിപ്പിയന്റ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും എല്ലാ വിവരങ്ങളും സ്വീകരിക്കുന്നതിനും റെസ്പോണ്ട് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു ഓതറൈസ്ഡ് റെസിപ്പിയന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ അവിടെ ഒരു പ്രൊഫഷണൽ ഫീയോ കാര്യങ്ങളോ ഒന്നും തന്നെ അത് അവരുടെ ഒരു ലിമിറ്റഡ് റോളാണ്. ഓതറൈസ്ഡ് റെസിപ്പിയന്റ് കമ്മ്യൂണിക്കേഷൻസ് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ്